ഹായ്, എല്ലാവർക്കും പുതിയൊരു ഫിഷിംഗ് വീഡിയോയിൽ സ്വാഗതം. ഞാൻ ഇന്ന് ഇതെടുക്കുന്നത് വീട്ടിൽ നിന്ന് കേട്ടോ. ഇന്നലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഫിഷിംഗ് നിർത്തിയിട്ട് ഞാൻ ഇനി പോരുന്നേ. ഇന്നലെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. വെയിലൊന്നും നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ കുറച്ച് മീനെ പിടിച്ചോളൂ. അപ്പോൾ ഇന്ന് വീഡിയോ ഇന്നലെ ഇടായിരുന്നുകൊണ്ട് പനി കയറി കൂടി, അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല. ഞാൻ ഇന്ന് ആ വീഡിയോ ഇടുക കേട്ടോ. നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഇടുന്നുണ്ട്. അപ്പം എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം, കാരണം പനിയുണ്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം കേട്ടോ. അതുകൊണ്ട് നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇന്നലെ എടുത്ത വീഡിയോ നമ്മൾ കഴിഞ്ഞ സ്പോട്ടിൽ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോ ഇട്ടില്ലേ, അപ്പോൾ ആ സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ ഇന്നലെയും പോയത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ടോ, എങ്ങനെ ഉണ്ടെന്ന് പറയണേ. കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്ന റെഡ് ആർട്ടും ഒന്ന് മാറ്റി, ഒരു റബ്ബറും ഒന്ന് മാറ്റി. കഴിഞ്ഞ നമ്മൾ ഫിഷിങ്ങിൽ ഉപയോഗിച്ച് നമ്മൾ നോർമൽ ഡാർട്ട് എടുത്തിട്ട ഇന്നത്തെ ഫിഷിങ്. അപ്പം ഫസ്റ്റ് ഷൂട്ട് നമ്മളൊന്ന് കണ്ടു നോക്കും. ഇന്നത്തെ ഫസ്റ്റ് ഷൂട്ടാണ് ഹെഡ് ഷോട്ട്. ഹെഡ് ഷോട്ട് പറഞ്ഞടിച്ച്, പക്ഷേ ഹെഡ് ഷോട്ടല്ല കൊണ്ട്. ഹെഡ് ഷോട്ട് നമ്മൾ പറഞ്ഞടിക്കുന്നത്, പക്ഷേ കൊണ്ടത് വേറെ നൈസ്. ഒരു ചെറിയ വ്യത്യാസത്തിലാണ് മാറിപ്പോയത്. കണ്ടോ, ഇതിലേ തട്ടിയേ പോയണ്ടോ, തലയ്ക്ക് അടിച്ചതാ, ഇതിലേ അടിച്ചു പോയി. കവറിലാക്കാം, കളിപ്പിച്ച ശരിയാവത്തില്ല. ഉടുപ്പ് മൊത്തം ഇതിൻ്റെ കറയായിരിക്കും. ഒത്തിരി അണ്ണന്മാർ കിടക്കുന്നുണ്ടോ, അപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ നോക്കണം അതിൻ്റെ ഒക്കെ സ്വഭാവം ഉണ്ടോ. അണ്ണന്മാരെന്ന് ഉദ്ദേശിച്ചത് അവിടെ മൊത്തം പട്ടികളാണ് കേട്ടോ, അതാ ഞാൻ പറഞ്ഞത്. അടിപൊളി കരിമീൻ നിൽക്കുന്ന കേട്ടോ, അടിപൊളി ഒരെണ്ണം നിൽപ്പുണ്ട് കേട്ടോ. പാടം കുരുങ്ങരുത്. അടിപൊളി കരിമീൻ ഉണ്ടോ. ഉണ്ടോ, വേറൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇതിനെ എടുത്ത് ബാഗിലാക്കാം. ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മീൻ പിടിക്കാൻ എളുപ്പമായിരുന്നു. കവറിലാക്കേണ്ട വരത്തില്ല, ഒരെണ്ണത്തിനെ കൂടെ പിടിക്കാം. പോയത് പോകുന്നുണ്ടോ, ഡാർട്ടൊക്കെ സെറ്റാക്കി വന്നപ്പോഴത്തേന് അത് അങ്ങ് വെള്ളത്തിനടിയിൽ പോയി. നല്ല ഓർമ്മ നിൽക്കുന്നത്. ഈ നല്ല ഓർമ്മ പറഞ്ഞു നമ്മൾ വെള്ളത്തിൽ വെച്ച് കാണുമ്പോൾ ഇത് പക്ക അടിപൊളി സാധനം. പക്ഷേ ഇത് ഇന്ന് കരക്ക് കിട്ടുമ്പോൾ നിൽക്കുന്നു. കരക്ക് കിട്ടുമ്പോൾ ഇതങ്ങ് ചെറുതാണ്. ഇതിൻ്റെ കുഴപ്പം അതാ ഉണ്ടോ.
നല്ല മീനെ കാണുമ്പോൾ നമ്മൾ ഈ ഷൂളം അടിക്കുന്നത്. ഷൂളം അടിക്കുമ്പോൾ ആ സൗണ്ട് കേട്ട് ഞാൻ അനങ്ങാതെ വരും. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു പോകണം, ഷൂട്ടൊന്ന് കണ്ടു പോകും. ഉണ്ടോ? അടിപൊളി. ചെറിയ ഒരുപാട് ചെറുതൊന്നുമല്ല കേട്ടോ. നമുക്ക് പിടിച്ച വലുതിനെ തന്നെ പോലെ അതിനടുത്ത് ഈ കൊല്ലിക്കതാക്കി അടുത്ത സ്പോട്ടിലോട്ട് വന്നു. ഇവിടുന്ന് ഞാൻ അനങ്ങാതെ ചെന്നതാ. അനങ്ങാതെ ചെന്ന വഴി ഒരു കമ്പിലാണ് ചെയ്ത് ചവിട്ടി, അത് ഒടിഞ്ഞു പോയി. മീനെ നോക്കി പോയല്ലേ, ആ സൗണ്ട് കേട്ടോണ്ട് ആ തെങ്ങിൻ തടിയുടെ കീഴിൽ നിന്നൊരു കരിമീൻ വന്ന് അവിടെ ആ ഫ്രണ്ടിലോട്ട് വന്ന് ഓടി ഇറങ്ങി നിന്ന് നമ്മളതിനെ ഷൂട്ട് ചെയ്ത്. ഇത്രയും താന്ന് വയ്ക്കുന്നു കേട്ടോ. ഞാൻ ആ മീനെ നേരെ തന്നെ ഷൂട്ട് ചെയ്ത്, അതുകൊണ്ട് അതിൻ്റെ മേൽഭാഗത്ത് കൊണ്ടത്. അവിടെ വെള്ളക്കുറവായതുകൊണ്ട് ഞാനത് താത്തടിക്കാൻ നിന്നില്ല, അതാ എൻ്റെ മേളിൽ കൊണ്ടത്. താത്തടിച്ചായിരുന്നു കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ തന്നെ കൊണ്ടാണ്. ബോട്ട് പോയതിൻ്റെ ഉണ്ടോ? രക്ഷയില്ല. ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ, ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ ഇവിടെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. എന്നാലും നമുക്കൊന്ന് കറങ്ങാം. പനിയൊന്നും മാറുന്നില്ല, അതാ കൂടുതൽ പ്രശ്നം. നമുക്ക് ഇവിടെ ഇറങ്ങി ഒന്ന് നോക്കാം. ചിലപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ കിട്ടാതിരിക്കത്തില്ല. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇച്ചിരി പ്രശ്നം കേട്ടോ. നമ്മളിനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഉണ്ട്, അവിടെ ഒന്ന് നോക്കാം. ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടാതിരിക്കത്തില്ല കേട്ടോ. അവിടെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ അങ്ങോട്ട് ചാടി ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി ഒരു കരിമീനെ ഞാനിപ്പോൾ കണ്ടൊന്ന് എയിം ചെയ്ത് നോക്കി, കൊള്ളത്തില്ല അതിന്. അതാ ഡാർട്ട് ഞാൻ റിട്ടേൺ എടുത്തപ്പോൾ അതെല്ലാം കറങ്ങി തിരിഞ്ഞ് നിൽക്കുക കേട്ടോ. നമ്മളതിനകത്ത് വിടാൻ ഉദ്ദേശമില്ല കേട്ടോ. എന്തായാലും അതിനെ നമ്മൾ പൊക്കുമെന്ന്. അടിപൊളി മീനാണ് കേട്ടോ. പനിയായിട്ട് ഞാൻ കിടന്ന് ആയിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഇപ്പോൾ കാണിക്കാം കേട്ടോ. എന്തൂടെ പൊന്നെ ഇത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഇത്രയും വലുതാണ് കിട്ടിയത്. നല്ല അടിപൊളി സൈസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി സൈസാണ് കിടക്കുന്നത് കേട്ടോ. നമ്മൾ പിടിക്കാൻ പറ്റാത്ത പാടേ ഉള്ളൂ. എൻ്റെ മറ്റേ ഡീപ്പ് ഡാർട്ട് ആയിരുന്നെങ്കിൽ ഒന്നും മിസ്സാകത്തില്ലായിരുന്നു, എല്ലാത്തിനും നമുക്ക് അടിച്ചെടുക്കാമായിരുന്നു. ഈ നോർമൽ ഡാർട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പോകാൻ പാടാം. അതിന് അടുത്തൊരു ഷൂട്ടിലോട്ട് പോകാം. ഇതിന് ഒന്നുകൂടെ ഇവിടുന്ന് ഒരു മീനെയും കൂടെ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് മറ്റേൻ്റെ ഇടത്തരം കണ്ടു. നിങ്ങൾക്ക് ആ ഡാർട്ട് തന്നെ കയറിയിരിക്കുമ്പോൾ തന്നെ അറിയാം അത്രയും ഡീപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഡാർട്ട് പകുതി ഒന്ന് കയറിയിരിക്കുന്നത്. കാരണം അത്രയും അടിച്ചിറങ്ങി ചെല്ലമുള്ള ഒരു പവർ ആ നോർമൽ ഡാർട്ടിനില്ല. അത്യാവശ്യം പവറിൽ നമ്മൾ അടിച്ച് ഇറങ്ങി ചെല്ലുന്ന ആ മീനെ കിട്ടുന്നത്. അതാ മീൻ്റെ അപ്പുറത്ത് ആ ഡാർട്ട് പോവാത്തത്. ഈ ഫിഷിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ നമ്മൾ ഈ ഫിഷിങ്ങിൽ നമ്മളിവിടെ തന്നെ വീണ്ടും നമ്മളിവിടുത്തെ ഫിഷിങ് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. കാരണം ഇവിടെ ഇഷ്ടംപോലെ കരിമീൻ കിടപ്പുണ്ട്, നല്ല സൈസുള്ള കരിമീൻ. കാരണം ഇവിടുന്ന് കളഞ്ഞിട്ട് നമ്മൾ വേറെ സ്പോട്ടിൽ പോകാൻ തോന്നുന്നില്ല.
അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഈ വീഡിയോയിലുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോ നമുക്ക് കരിമീൻ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളല്ലാതെ 2-3 പിടിച്ചായിരുന്നു കേട്ടോ. ഫോൺ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ 2-3 പിടിച്ചായിരുന്നു. അത് ഒരാൾക്ക് കൊടുത്ത് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനി ഇതിലും നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.